2018 ഏപ്രിൽ 1 മുതൽ അപേക്ഷിച്ചിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കളെ ആശ്വാസകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് ധനസഹായം എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പദ്ധതി ആരംഭിക്കുമ്പോൾ വളരെ കുറച്ച് ഗുണഭോക്താക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 366 ഗുണഭോക്താക്കളാണ് ഇതിലുണ്ടായിരുന്നത്. 2025-26 ആകുമ്പോഴേക്കും അത് 25,000 ഗുണഭോക്താക്കളായി ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ ഗുണഭോക്താക്കൾക്ക് നൽകാനായി തന്നെ വലിയ തുക ചെലവാക്കേണ്ട നിലയുണ്ടായിരുന്നത് കൊണ്ടാണ് 2018 ശേഷം അപേക്ഷിച്ചവരെ പരിഗണിക്കാൻ ഇതുവരെ കഴിയാതിരുന്നത്. ഇപ്പോൾ 2018 ഏപ്രിൽ 1 മുതൽ അപേക്ഷിച്ചിട്ടുള്ള തീവ്ര ഭിന്നശേഷിയുള്ളവരെ പരിചരിക്കുന്നവർക്ക് ആശ്വാസകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രതിമാസം 600 രൂപ വീതം ലഭ്യമാക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ആശ്വാസകിരണം പദ്ധതിയിലേക്ക്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25,000 ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം നൽകുന്നത്. ഈ ഒക്ടോബർ മാസം വരെയുള്ള ധനസഹായം പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വ്യാജ പ്രചരണങ്ങൾ നടന്നു വന്നിരുന്നു. നവംബർ മാസത്തെ ധനസഹായം വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ഉടനെ അത് ലഭ്യമാക്കും. നിലവിലുള്ളവർക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്തു എന്നുള്ളത് തന്നെ വലിയൊരു നേട്ടമാണ്. കാരണം വലിയൊരു തുക ഈ പദ്ധതിക്കായിട്ട് ചെലവാക്കേണ്ടതായി വരുമ്പോൾ പ്രതിവർഷം നമുക്ക് ലഭിക്കുന്ന തുകയിൽ നിന്ന് അത് കണ്ടെത്തുക വളരെ പ്രയാസകരമായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഗുണഭോക്തൃ ലിസ്റ്റിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും കുടിശ്ശിക തീർത്ത് ആശ്വാസകിരണം അവരുടെ കൈകളിൽ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ 2018 ശേഷമുള്ള അപേക്ഷകരെ പരിഗണിച്ചിട്ടുള്ളത്. ഭിന്നശേഷിക്കാരുടെ തീവ്ര ഭിന്നശേഷിയുള്ളവരെ പരിചരിക്കുന്നവരെയാണ് ഇപ്പോൾ ഇതിലേക്ക് പരിഗണിച്ചിട്ടുള്ളത്. മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് രേഖകളെല്ലാം സമർപ്പിച്ച അർഹരായി കണ്ടെത്തിയ എല്ലാവരെയും ഇതിലേക്ക് ചേർക്കുകയാണ്. ശയ്യാവലംബികളായ വയോജനങ്ങളുടെ പരിചാരകർക്കും ആശ്വാസകിരണം പദ്ധതി പ്രകാരം തുക അനുവദിച്ചു വരുന്നുണ്ട്. ആ വകുപ്പിൽപ്പെട്ടവരെ നമ്മളിപ്പോൾ പരിഗണിച്ചിട്ടില്ല. ഉടനെ തന്നെ അവരെയും പരിഗണിക്കും. 2018 ശേഷമുള്ള അപേക്ഷകൾ. ക്ലിയറായ? 25,000 പേരാണ് ഇപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2018 ഏപ്രിൽ 1 മുതലുള്ള അപേക്ഷകരെ കൂടി എടുക്കുമ്പോൾ 22,700 പേരും കൂടി അധികമായിട്ട് വരികയാണ്. 22,700. 25,000 ഓൾറെഡി ഉണ്ട്. 24,355 പേര് ഓൾറെഡി ഗുണഭോക്താക്കളായിട്ടുണ്ട്. അതിൻ്റെ കൂടെ 22,700 പേർക്കും കൂടി ഇപ്പോൾ ഈ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയാണ്. ക്ലിയറായി എന്ന് കരുതുന്നു. ഇത് വളരെ തെറ്റായിട്ട് ഉള്ള പ്രചരണങ്ങൾ നല്ലതുപോലെ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പത്രസമ്മേളനം വിളിച്ച് തന്നെ ഇത് വ്യക്തമാക്കാൻ ആഗ്രഹിച്ചത്. ശരി, താങ്ക് യു. അക്കാര്യത്തിൽ സമവായ സംഭാഷണത്തിലൊന്നും രജിസ്ട്രാറുടെ വിഷയം വന്നിട്ടില്ല. രജിസ്ട്രാറുടെ പേഴ്സണലായിട്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന് തിരിച്ചു പോകണമെന്നുള്ളത്. കാരണം കേരള സർവകലാശാലയിൽ വളരെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് തുടർന്നു പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി. ഈ രജിസ്ട്രാർ വളരെ ശ്ലാഘനീയമായ സംഭാവനകളാണ്
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയത് എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്താണ്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലം കേരളത്തിലെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കലാലയങ്ങളും എല്ലാം തന്നെ ഏറ്റവും മികവിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയ സന്ദർഭമാണ്. അതിനുവേണ്ടി വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട്, ടീം വർക്കായി പ്രവർത്തിച്ചിട്ടുണ്ട്, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഏജൻസീസ്, അതുപോലെ റാങ്കിംഗ് ഫ്രെയിംവർക്കുകളിലൊക്കെ തന്നെ നമ്മൾ മികച്ച ഒരു മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ശ്രമമുണ്ടായി എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. പക്ഷെ ആ സന്ദർഭങ്ങളിലൊക്കെ ഈ സർവകലാശാല ഭാരവാഹികളുടെ ഏകോപിത പ്ലാറ്റ്ഫോമിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരാളാണ് നമ്മുടെ രജിസ്ട്രാറായിരുന്ന അനിൽകുമാർ. അദ്ദേഹമാണ് ഒരു ഏകീകൃത അക്കാഡമിക് കലണ്ടർ രൂപീകരിക്കുന്ന സമിതിക്ക് നേതൃത്വം നൽകിയത്. നമ്മുടെ വിവിധ സർവകലാശാലകളുടെ രജിസ്ട്രാർമാരുടെ ഏകോപന സമിതി വളരെ കൃത്യതയോടെ കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ അക്കാദമിക പ്രവർത്തനങ്ങളും അക്കാദമികേതര പ്രവർത്തനങ്ങളും എല്ലാം സമയബന്ധിതമായി നടത്താവുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ഏറ്റവും അധികം സഹായിച്ച ഒരു ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്.